പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPI എന്ന് പറയുന്ന കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ് എന്ന് കാര്യകാരണസഹിതം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആ പാർട്ടിയെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിഭാഗീയത പുകയുകയായിരുന്നു എന്ന് നമുക്കറിയാം. ആ വിഭാഗീയത ശരിക്കും അതിൻ്റെ പരകോടിയിലെത്തിയത് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്നിട്ടാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു വിഭാഗീയത. എങ്കിലും കാനം രാജേന്ദ്രൻ ഒരു കേന്ദ്ര സ്ഥാനത്തേക്ക്, അദ്ദേഹം ഈ AITUCയുടെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്ന് പാർട്ടി പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് വന്നപ്പോഴാണ് CPIയിൽ വിഭാഗീയത ശക്തിപ്പെട്ടത്. കാനം രാജേന്ദ്രൻ വന്നു, അക്ഷരാർത്ഥത്തിൽ അയാൾ പാർട്ടി പിടിക്കുകയായിരുന്നു. അതിന് മുമ്പൊക്കെ ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത സ്വരങ്ങൾക്കൊക്കെ കുറച്ച് സ്ഥാനം CPIയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ വന്നതിനെ തുടർന്ന് പിണറായി വിജയൻ എങ്ങനെ CPM പിടിച്ചെടുത്തോ അതുപോലെ തന്നെ CPI അയാളുടെ കൈക്കുള്ളിലാക്കി, കരതലാമലകം പോലെയാക്കി എന്ന് പറയുന്നതിൽ യാതൊരു മടി എനിക്കില്ല. സ്റ്റീം റോൾ ചെയ്തു അയാൾ CPI. സ്റ്റീം റോൾ ചെയ്തു. അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം നമ്മൾ കണ്ടത് അയാളോടൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ, അയാളോടൊപ്പം നിൽക്കാത്തവരെല്ലാം നിഷ്കരുണം തള്ളിക്കളയുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിനെ കൊത്തേക്കൊന്നും പോകുന്നില്ല. ആദ്യത്തെ തവണ അയാൾ ജയിച്ചു. രണ്ടാം തവണ അയാൾക്ക് കുറച്ച് ഭീഷണി ഉണ്ടാകുമെന്നൊക്കെ തോന്നിപ്പിച്ചു. പക്ഷേ അതിനെല്ലാം അയാൾ ചവിട്ടി ഞെരിച്ചു. അയാളുടെ കയ്യാളുകൾക്ക് മാത്രം പാർട്ടിയിൽ സ്ഥാനങ്ങൾ നൽകി. പിണറായി വിജയൻ ഇപ്പുറത്ത് CPMൽ നൽകിയ പോലെ അവിടെ കയ്യാളുകൾക്ക് മാത്രം സ്ഥാനങ്ങൾ നൽകി. അത്യാവശ്യം പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെല്ലാം അയാൾ മൂലയ്ക്ക് ഒതുക്കി. CPMൽ നടന്നതുപോലെ. നേരത്തെ പ്രബലനായിട്ടുള്ള നേതാവായിരുന്നു K. ഇസ്മായിൽ, അയാളെ ഒതുക്കി. C. ദിവാകരനെ ഒതുക്കി. CN ചന്ദ്രൻ, ഈ പറഞ്ഞ എല്ലാ നേതാക്കന്മാരെയും അയാൾ മൂലയ്ക്ക് ഒതുക്കി. പന്നിൻ രവീന്ദ്രൻ, അവരെല്ലാവരെയും മൂലയ്ക്ക് മാറ്റിയിരുത്തി. KP രാജേന്ദ്രൻ. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? അയാളുടെ കയ്യാളുകളായിട്ടുള്ള കുറച്ച് നേതാക്കന്മാരെ കൊണ്ടുവന്നു. ഒരു കഴിവുമില്ലാത്ത കുറച്ച് നേതാക്കന്മാർ, പക്ഷേ കഴിവുള്ള, ബുദ്ധികൂർമ്മതയുള്ള, സൂത്രശാലിയും തന്ത്രശാലിയുമായിട്ടുള്ളൊരു നേതാവ് വളരെ കൃത്യമായി അയാളുടെ കൂടെ കൂടി. ആ നേതാവിൻ്റെ പേരാണ് ബിനോയ് വിശ്വം. അയാൾ വളരെ ദൂരക്കാഴ്ചയുള്ളൊരു നേതാവാണ്. ഈ പാർട്ടിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അയാൾ ഈ വിഭാഗീയതയിൽ കാനം രാജേന്ദ്രനോടൊപ്പം നിന്നു. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? അയാളെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു, അയാളെ രാജ്യസഭയിലേക്ക് എടുത്തു. അതിന് മുമ്പ് അയാൾ 2006-11 കാലഘട്ടത്തിൽ അയാൾ വേറൊരു വിഭാഗത്തിൻ്റെ കൂടെ നിന്ന് അന്ന് മന്ത്രിയായി. അപ്പോൾ മന്ത്രിയായി വന്നതിന് ശേഷം അയാൾ എന്ത് ചെയ്തു? അയാളെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു. കാനം രാജേന്ദ്രൻ്റെ കൂടെ നിന്നു. കാനം രാജേന്ദ്രനും അത്യാവശ്യം കേന്ദ്രത്തിൽ ബന്ധമൊക്കെ ഉള്ള, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരാൾ വേണമല്ലോ. അങ്ങനെ ഇയാളെ കൂടെ കൂട്ടി അയാളെ രാജ്യസഭയിലേക്ക് എടുത്തു. CPMൻ്റെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ മകളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും അയാൾ സൂത്രശാലി ആയതുകൊണ്ട് അയാൾ കാനം രാജേന്ദ്രൻ്റെ കൂടെ നിന്നു. കാനം രാജേന്ദ്രൻ എന്ത് ചെയ്തു? കാനം രാജേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നവനെ മാത്രം ചേർത്ത് നിർത്തി, അല്ലാത്തവനെല്ലാം ബൂട്ട് ഔട്ട് ചെയ്തു. വളരെ റുത്ത്ലെസ് ആയിട്ട്. പിണറായി വിജയൻ്റെ ഒരു അനിയനായിട്ട് വേണം നമുക്ക് കൂട്ടാം കാനം രാജേന്ദ്രനെ. ബൂട്ട് ഔട്ട് ചെയ്തു. ഇപ്പോഴത്തെ പുതിയ മന്ത്രിസഭ വന്നു. മന്ത്രിസഭ വന്നപ്പോഴത്തേക്ക് അയാളും ഈ പറഞ്ഞ പോലെ മുല്ലക്കര രത്നാകരനൊക്കെ ഉൾപ്പെടെ എല്ലാവരെയും മാറ്റി നിർത്തി. KP രാജേന്ദ്രൻ എന്ന മന്ത്രിയായിരുന്നു, മുല്ലക്കര രത്നാകരൻ മന്ത്രിയായിരുന്നു, C. ദിവാകരൻ ഉണ്ടായിരുന്നു, ബിനോയ് വിശ്വം ഉണ്ടായിരുന്നു. അതിൽ ബിനോയ് വിശ്വം ഒഴിച്ച് ബാക്കി 3 പേരെയും അയാൾ കളത്തിൽ നിന്ന് എടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു. പുതിയ മന്ത്രിസഭയിൽ 4 മന്ത്രിമാർ വന്നു. 4 മന്ത്രിമാരും യാതൊരു കഴിവുമില്ലാത്തവരും, ഇയാളുടെ കൂടെ നിൽക്കുന്ന ഇയാളുടെ കയ്യാളുകളും. P. പ്രസാദ് എന്ന് പറഞ്ഞൊരു മന്ത്രി, അയാൾ കൃഷിമന്ത്രിയാണെന്നുള്ളത് അയാൾക്ക് പോലും അറിവുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെന്തോ ഒരു DR അനിൽ എന്ന് പറഞ്ഞിട്ട് നെടുമങ്ങാടെന്ന് ജയിച്ച, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഒല്ലൂരിൽ നിന്ന് ജയിച്ച K. രാജൻ. പിന്നെ പത്തനാപുരത്തു നിന്നാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് കണ്ട് ജയിച്ച ചിഞ്ചുറാണി എന്ന് പറഞ്ഞ പാവപ്പെട്ട ഒരു വനിത. അവർ 4 പേരും ഇയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നവരാണെന്നുള്ളത് മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്ന യോഗ്യത. കാനം രാജേന്ദ്രൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും. കാനം രാജേന്ദ്രൻ്റെ എതിരായിട്ട് നിന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞവർ, അതിൻ്റെ കൂട്ടത്തിൽ VS സുനിൽകുമാർ, അവരെല്ലാവരെയും ചവിട്ടി ദൂരെ കളഞ്ഞു. അവർക്ക് അനങ്ങാൻ മേലാത്ത നിലയിൽ അവരെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ആകസ്മികമായി അന്തരിച്ചപ്പോൾ ബിനോയ് വിശ്വം കയറി വന്നു. എങ്ങനെ കയറി വന്നു? കോൺഗ്രസിനകത്തൊക്കെ പറയുന്നത് പോലെ ആ മരിച്ചയാൾ അയാൾ നിർദ്ദേശിച്ചതാണ്. അതെന്ത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അങ്ങനെ ഉള്ളത്? ആ മരണപ്പെട്ട കാനം രാജേന്ദ്രൻ പറഞ്ഞതായതുകൊണ്ട് ബിനോയ് വിശ്വം, ഇതാണോ രീതി? അത് അവിടെ ഉണ്ടായി. വിഭാഗീയതയിലൂടെ അയാൾ വന്നു. അയാൾ വന്നപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുന്നൊക്കെ ഉള്ളൊരു മിഥ്യാധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഒരു മിഥ്യാധാരണയും അതൊക്കെ വെറും മിഥ്യാധാരണ മാത്രമായിരുന്നു. അയാളും കാനം രാജേന്ദ്രൻ അതേ പാത പിന്തുടർന്നു.
അയാളുടെ കൂടെയുള്ളവരെ മാത്രം കൂടെ നിർത്തി ബാക്കിയുള്ളവന്മാരെ എല്ലാം തട്ടി ദൂരെ കളഞ്ഞു. കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു, വളരെ മാന്യനായിട്ടുള്ളൊരു നേതാവ്, വളരെ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ്. പക്ഷേ അയാൾ CPM എതിർക്കുന്ന ആളായിരുന്നു എന്നുള്ളത് കൊണ്ട് ബിനോയ് വിശ്വത്തിന് അയാളെ അത്ര പിടിച്ചുകൂടായിരുന്നു. കാരണം കാനൻ രാജേന്ദ്രനെ പോലെ തന്നെ CPM ഒരു വിശ്വസ്ത വിനീത വിധേയനായി തുടരാനായിരുന്നു ഇയാൾക്ക് താല്പര്യം. CPM എതിർക്കുന്ന ആളാണ് കെ പ്രകാശ് ബാബു എന്നുള്ളതുകൊണ്ട് അയാളൊരു നോട്ടപ്പുള്ളിയായിരുന്നു. കണക്ക് തീർത്തു. എവിടെ കണക്ക് തീർത്തു? രാജ്യസഭാംഗത്വം വന്നപ്പോൾ കെ പ്രകാശ് ബാബുവിന് കൊടുത്തില്ല, ഇയാളുടെ കൂടെ നിൽക്കുന്ന VP സുനീറിന് കൊടുത്ത് കണക്ക് തീർത്തു. കണക്ക് തീർത്തിട്ടും പല്ലിറുമുകയായിരുന്നു. കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ വന്നു. കാനൻ രാജേന്ദ്രൻ്റെ ഒഴിവിലേക്ക് പോകാൻ ഏറ്റവും യോഗ്യൻ പ്രകാശ് ബാബു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഏറ്റവും സജീവമായി നിൽക്കുന്നത് അവിടെയും അയക്കിട്ട് അടിച്ചിട്ട് ആനി രാജയെ എടുത്ത് മുകളിലേക്ക് കൊടുത്തു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ബിനോയ് വിശ്വം മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉള്ളിലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. CPM ദയനീയമായി തോറ്റപ്പോൾ CPMനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം CPIക്കകത്ത് നുരഞ്ഞു പൊങ്ങാൻ തുടങ്ങി. കാരണം CPM ഇത്രയും മോശമായി, പിണറായി വിജയൻ ഇത്രയും മോശമായി ഭരണം നടത്തുന്ന സമയങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയനെതിരെ അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ഒരൊറ്റ വിഷയത്തിൽ പോലും പിണറായി വിജയനെ വിമർശിക്കാൻ ഈ ബിനോയ് വിശ്വം അധികാരത്തിൽ വന്നതിന് ശേഷം തയ്യാറായിട്ടില്ല. ജീവൻ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ എന്തൊരു വൃത്തികെട്ട ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഈ പറഞ്ഞ പോലെ പരിസ്ഥിതി കയ്യേറ്റങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, അഴിമതികൾ, എന്തൊക്കെയാണ് ഇവിടെ നടന്നത്. ആ ഒരൊറ്റ കാര്യത്തിലും ബിനോയ് വിശ്വം പിണറായി വിജയനെതിരെ കമാന്നൊരക്ഷരം വേണ്ടിയില്ല. അവസാനം CPM ദാരുണമായി തോറ്റു കഴിഞ്ഞപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളും അതിനിശിതമായ വിമർശനവുമായി വന്നു പിണറായി വിജയനെതിരെ. അപ്പോഴും പിണറായി വിജയനെ പൊതിഞ്ഞ് നിൽക്കുകയായിരുന്നു ഇയാൾ. പിണറായി വിജയനെ ന്യായീകരിക്കാൻ പോയി. അവസാനം പാർട്ടി ജില്ലാ കമ്മിറ്റികളെല്ലാം തന്നെ പിണറായി വിജയനെതിരായിരുന്നു മനസ്സിലായപ്പോൾ അയാളും പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറുന്നു. പക്ഷേ ഇത് കള്ളത്തരമാണെന്ന് ആ പാർട്ടിയിലെ ഭൂരിപക്ഷം അണികളും അതിൻ്റെ ഭൂരിപക്ഷം നേതാക്കന്മാർക്കും ബോധ്യമായി. അപ്പോഴും അയാൾക്ക് ഒരു സെൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. എല്ലാവരെയും ഉൾക്കൊണ്ട് പോകാൻ അയാൾ തയ്യാറാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അയാളുടെ ഇപ്പോഴും വീണ്ടും പ്രകാശ് ബാബുവിനിട്ട് അടിച്ചിരിക്കുന്നു. എന്നിട്ട് ജില്ലാ കമ്മിറ്റികളിലെല്ലാം വന്ന തീരുമാനങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോഴും അയാൾ 20 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. അയാൾ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല പോലും. അയാളും ഈ കാനൻ രാജേന്ദ്രന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ CPIക്കകത്ത് CPM ശക്തമായൊരു പാർട്ടിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, CPIക്ക് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, CPMന് മുമ്പിൽ നെഞ്ചുവിരിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ശുഭസൂചനയാണ് ഇപ്പോൾ CPIയിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പ്രകാശ് ബാബു പരസ്യമായി തന്നെ ഈ ജീവൻ രക്ഷാപ്രവർത്തനത്തെയും EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ചർച്ചയുമൊക്കെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ജീവൻ രക്ഷാപ്രവർത്തനം ഭയങ്കര മോശമായി പോയി എന്ന് അയാൾ പറഞ്ഞു. അതുപോലെ തന്നെ അയാൾ പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ചർച്ച തെറ്റായിപ്പോയി എന്ന് അയാൾ പറഞ്ഞു. ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞു. ഇതെല്ലാം അയാൾ പറഞ്ഞു. ഇതുവല്ലം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അയാളെന്തോ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ എന്തോ ചെങ്കൊടി തണലിൻ്റെ പിന്നിൽ അധോലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ എന്തോ വെട്ടി വിളമ്പിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങളെ ക്കെതിരെ കമാന്നൊരക്ഷരം പറയാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞിട്ടില്ല. ബിനോയ് വിശ്വത്തിന് പിണറായിയെയും ന്യായീകരിച്ചുകൊണ്ട് ഈ വിഭാഗീയ പ്രവർത്തനങ്ങളുമായി CPIയിൽ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. CPIക്കകത്ത് ബിനോയ് വിശ്വത്തിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ശുഭസൂചനയാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിലാണ് കെ പ്രകാശ് ബാബുവിൻ്റെ ഈ തുറന്നുള്ള അടികൾ. അല്ലാതെ കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ നേതാവിന് അധികാരം കിട്ടാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളൊരു അധികാര മോഹിയായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അധികാര മോഹിയാണെങ്കിൽ അത് ബിനോയ് വിശ്വമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിനോയ് വിശ്വം മന്ത്രിയായി കഴിഞ്ഞിട്ട് പിന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് പോയി, അത് കഴിഞ്ഞ് രാജ്യസഭാ മെമ്പറായി, അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി. ബിനോയ് വിശ്വമാണ് അധികാരമോഹി. കെ പ്രകാശ് ബാബുവിന് ഒരു അധികാരമോഹം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് CPIയിൽ വലിയ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് CPIയിൽ ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ.
ഒരു പൊട്ടിത്തെറി CPI ഉണ്ടായാൽ മാത്രമേ CPIക്ക് അതിൻ്റെ വ്യക്തിത്വം വീണ്ടെടുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പ്രകാശ് ബാബുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ഒരു ധ്രുവീകരണം അത് CPIയെ ആർജവമുള്ള CPMന് മുന്നിൽ നെഞ്ചുവിരിച്ച് നിൽക്കാൻ കഴിയുന്ന ചന്ദ്രപ്പൻ്റെയൊക്കെ കാലത്തെ പാർട്ടി പോലൊരു പാർട്ടിയാക്കി മാറ്റാൻ കഴിയട്ടെ എന്നുള്ള ആശംസയാണ് എനിക്ക് ഈ കെ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് നൽകാനുള്ളത്.